ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീടിൻ്റെ പാല് കാച്ചെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കൂടി ആയിട്ടുണ്ട്. അപ്പോൾ 3-4 ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂറാണ്. നമ്മുടെ വീടിനകം കംപ്ലീറ്റ് ആയിട്ട് വീടിനകവും പുറമൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ വീട് തുടങ്ങുന്നത് എവിടെയാണെന്നുള്ളത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീടിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന് 2 ഫേസാണ് വരുന്നതെന്ന്. അപ്പോൾ ഇത് മെയിൻ റോഡിലേക്ക് ഈ ഫേസും അതുപോലെ തന്നെ പ്രൈവറ്റ് റോഡിലേക്ക് ഇങ്ങനത്തെ ഈ ഒരു ഫേസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 2 ഫേസായിട്ടാണ്, അതായത് ഇങ്ങനെ ഒരു കോണിൽ ഇങ്ങനെ വരുന്നതിൻ്റെ പേരിലാണ് 2 ഫേസിൽ നമ്മുടെ വീട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ നേരെ പ്രൈവറ്റ് റോഡിലേക്ക് കയറണം. പ്രൈവറ്റ് റോഡിൽ വരുമ്പോൾ ഇതുപോലെ നമ്മുടെ മതിലുണ്ടാവും. ഈ മതിൽ ഫസ്റ്റ് ഇങ്ങനെ അല്ലായിരുന്നു ഡിസൈനൊന്നും കേട്ടോ. ഈ മതിലിൻ്റെ ഡിസൈന് അതായത് നമ്മൾ കൊടുത്തിരുന്നത് വെച്ചിട്ട് കുറച്ചുകൂടി ഹൈറ്റിലാണ്. അപ്പം ഈ ജാളിയൊക്കെ കുറച്ചും കൂടി ഹൈറ്റിൽ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും അതായത് ഒരു അടഞ്ഞൊരു ഫീലായിരുന്നു. അതിന് നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ അടഞ്ഞൊരു ഫീൽ അങ്ങനെ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ പിന്നീട് നമ്മളത് മാറ്റിയിട്ട് ഇങ്ങനെ ഇതുപോലെ ജാളിയൊക്കെ വെച്ചിട്ട് താഴ്ന്ന് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇച്ചിരി ഹൈറ്റ് കാണും, അകത്ത് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് കുറവാണ് കേട്ടോ നമ്മുടെ മതിലിന്. അപ്പോൾ അങ്ങനെ ഈ ഒരു രീതിക്കാണ് കേട്ടോ മതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മതിലിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് രാജുസിയും ഞാനും ഒക്കെ ഇരുന്ന് സെലക്ട് ചെയ്തതാണ്. രാജുസിയാണ് ഇതിൻ്റെ കൂടുതൽ. രാജുസിയുടെ ലാപ്പിലൊക്കെ ഇട്ട് മതിലിന് ഡിസൈനൊക്കെ ചെയ്ത് എടുത്തതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങ് വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ പേര് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പേര്, രസം വീടെന്നാണ് നമ്മളെ വീടിന് പേരിട്ടിരിക്കുന്നത്. രസം വീടെന്ന് നമ്മൾ പേരിടാൻ മെയിനായിട്ടുള്ള കാര്യം എല്ലാം നല്ല രസമുള്ളതായിരിക്കട്ടെ, അതായത് നല്ല ഹാപ്പി മൊമെൻറ്റ്സ്, ഹാപ്പി എന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലേ ഐസി? ഹാപ്പി, ജോയ്, അങ്ങനത്തെ ആ ഒരു ഇതാണ്. അതായത് നമ്മൾ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മൾ പറയും നല്ല രസമുള്ള കാഴ്ചയായിരുന്നു, ഒരു ഫുഡ് കഴിക്കാൻ പറയില്ലേ നല്ല രസമുള്ള ഫുഡായിരുന്നു പറയില്ലേ, അതുപോലെ അങ്ങനെ എല്ലാം കൊണ്ടും അതായത് നമ്മുടെ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു രസമുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ല രസമായിരിക്കട്ടെ, അങ്ങനെ രസം ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും ഇട്ടിട്ടുള്ളത്. പിന്നെ രസത്തിൽ പിന്നെ വേറൊരു കാര്യം ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ രണ്ടുപേരുടെയും പേരിൻ്റെ ഫസ്റ്റ് ഉണ്ട്, അതായത് രാജേഷിൻ്റെ രായും ഷമിയുടെ സമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആ രസം ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതെ, ഞങ്ങളുടെ പേരിൻ്റെ ലെറ്റേഴ്സ് മാത്രമേ ഈ രസത്തിലുള്ളൂ അല്ലേ? അതെ, എല്ലാം നല്ല രസമുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഈ രസം ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ രസം വീടിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഞാൻ രാജുസിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ആയുസിയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടുപേരും ഇടുന്ന ഒരുപാട് സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ രാജുസി ഇങ്ങനെ ഒരു നെയിം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇതെങ്ങനെ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ രസമെന്ന് ഫസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് എൻ്റെ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് രസം വരണുണ്ടല്ലോ. അതുപോലെ രസമെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാം രസമുള്ളതല്ലേ, നമ്മളെ രസമുള്ള ഫുഡ്, രസമുള്ള കാഴ്ചകൾ, രസമുള്ള വീടായിരുന്നു, നല്ല രസമുള്ള വേറെന്ത് പറയും നൈസി, എല്ലാം നല്ല രസമുള്ളതായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഗേറ്റാണ്. ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടല്ല, ഫ്രണ്ട് സൈഡ് വരുന്നത്. നമ്മളിങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഇതുപോലെ കുഞ്ഞ് ഗ്രാസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്കൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ വരുന്നത് കിണറാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ കിണർ വരുന്നത്. കിണറിന് ഫസ്റ്റ് നമ്മൾ ഡിസൈന് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് ഇപ്പോഴത്തെ കുറേ മോഡൽസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ ഭരണി പോലുള്ളതും കുടം പോലുള്ളതൊക്കെ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത് വീട് വെക്കുന്ന ആ ഒരു സമയത്ത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു സിമ്പിൾ ഡിസൈനിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനൊരു ഡിസൈനാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് അവിടെ നിന്ന് 2 സൈഡിൽ നമ്മുടെ കപ്പിയും കയറും ഒക്കെ ഇടേണ്ട ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് എന്തോ ചെറിയൊരു ഇതും കൂടെ വരുന്നുണ്ടല്ലേ ഐസി, ഒരു കമ്പി അല്ല ഇനി വരുന്നുണ്ട്. അപ്പോൾ അത് ഇനി ബാക്കിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രാസ് ബെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രാസ് ബെഡ് കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചും കൂടി നല്ലതുപോലെ ഗ്രാസ് ബെഡൊക്കെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് പിന്നെ നമ്മളിപ്പോൾ 3-4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ വീട്ടിലെ എല്ലാ സമയത്തും നമ്മളിങ്ങനെ ഈ ചെടികളിലെ വെള്ളം അങ്ങനെ നോക്കാനൊന്നും കറക്റ്റായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇനി വേണം ഇതെല്ലാം നന്നായിട്ട് ഹോസൊക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ഏരിയയാണ്, അതായത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന ആ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. ഇതും നമ്മൾ ഫ്രണ്ടായിട്ട് യൂസ് ചെയ്യും, അത് നമ്മൾ ഫ്രണ്ടായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്.
അതിന് പുറകുവശം വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഈ രണ്ട് സൈഡുമാണ് കുറച്ചധികം സ്ഥലം നമുക്കുള്ളത്. പുറകു സൈഡും ആ സൈഡൊക്കെ വളരെ കുറവ് സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ വീട്ടിലേക്കാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പോകാം. വീട്ടിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആദ്യം വരുമ്പോൾ കാണുന്നത് ഇത് നമ്മുടെ ലിവിങ് റൂമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഡോർ തുറന്ന് ഫസ്റ്റ് വരുമ്പോൾ കാണുന്ന ലിവിങ് റൂം. അപ്പം നമ്മളിവിടെ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കർട്ടൻ ഇവിടെ നമ്മൾ ബ്ലൈൻഡ്സാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിലും ബ്ലൈൻഡ്സൊന്നും എത്തിയിട്ടില്ല, ബ്ലൈൻഡ്സും കർട്ടനൊന്നും എത്തിയിട്ടില്ല. വളരെ കുറച്ച് 1-2 റൂംസിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ, 1-2 സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ളൂ. ബാക്കി അവർ കൊണ്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് വന്നിട്ട് എംബ്രോയ്ഡറി ബ്ലൈൻഡ്സാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്കും ആ ഒരു എംബ്രോയ്ഡറിൻ്റെ ആ ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഫർണിച്ചറായിട്ട് ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്താണ് കേട്ടോ. ഈ വീട്ടിൽ ഫർണിച്ചറായിട്ട് വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഒന്നും റെഡിമെയ്ഡായിട്ട് എടുത്തിട്ടില്ല, എല്ലാം കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കളർ തീം എല്ലാം നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് അങ്ങനെ കൊടുത്തെടുത്തിട്ടുള്ളതാണ്. 6 സീറ്ററിൻ്റെ ഒരു സോഫ സെറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ ഈ ഷെൽഫ് ഉള്ളത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഡെക്കേഴ്സൊക്കെ വെക്കാമെന്നുള്ള രീതിയിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. എനിക്കിവിടെ കയ്യെത്തുന്നത് ഇവിടെയും മാത്രമേ കയ്യേക്ക് എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഡൈസിക്ക് എത്തും, അതിൻ്റെ മുകളിൽ ആർക്കും എത്തത്തില്ല. ഇതിന് മുകളിൽ നിന്നിട്ട് വെച്ചാലേ എന്തെങ്കിലും വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏകദേശം ഡെക്കേഴ്സും കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഇത് അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും മുകളിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ എപ്പോഴും എടുക്കുന്ന കാര്യങ്ങൾ വെക്കാൻ പറ്റത്തില്ല. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എപ്പോഴും എടുക്കുന്ന കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ 2 തട്ട് വരുന്നുണ്ട്, 2 റാക്ക് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ഈ ഹൈലൈറ്റിംഗ് വാളിൽ അത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഹൈലൈറ്റിംഗ് വാളിൽ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പ്ലേ ബട്ടൺ. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ഇത്രയും നാളും ഇത് റെൻറ്റ് ഹൗസിൽ മാറി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഷമീസ് കിച്ചൻ്റെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തികഞ്ഞപ്പോൾ കിട്ടിയതാണ്. അത് ഏകദേശം ഒരു 6-7 വർഷം ആയില്ലേ ചേച്ചി? 7 വർഷമായി അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കിട്ടിയത് 1 million സബ്സ്ക്രൈബേഴ്സ്. പിന്നെ നമ്മുടെ ഇത് 2ാമത്തെ ചാനലാണ്, നമ്മുടെ ഷമീസ് ടിപ്സ് ആൻഡ് റിവ്യൂസ് ചാനലിന് കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഈ 3 പ്ലേ ബട്ടൺ ഞങ്ങൾ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ വെക്കാനായിട്ട് സ്ഥലമായി. ഇനി അവരൊരു സ്ഥിര സ്ഥലത്ത് ഫിക്സഡ് ആയിട്ടിരിക്കും. ഇത്രയും ദിവസം വരെ അവരിങ്ങനെ ബോക്സിനകത്തിരുന്ന് കുഞ്ഞു സംഭവങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ട്, ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അത് ഇനി തുടർന്ന് വരരുതെന്ന് വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ട് അത് വൃത്തിക്ക് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ രാജുസിയുടേതാണ്. എൻ്റെ രാജുസി ഒരു സൈക്കിളിസ്റ്റാണ്. സൈക്കിള് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സൈക്ലിങ്ങിലൂടെ കിട്ടിയ മെഡൽസൊക്കെയാണ്. അതായത് 200ഉം 300ഉം BRM LRM ഒക്കെ എടുത്തിട്ടില്ലേ ചേച്ചി? ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ മെഡൽസാണ് എനിക്ക് ഇരിക്കുന്നത്. ഇനിയുണ്ട് കുറേ മെഡൽ. അതെല്ലാം കൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റില്ല. അപ്പോൾ ഡൈസിക്ക് പ്രധാനപ്പെട്ട മെയിനായിട്ടുള്ളതൊക്കെ ഡൈസി ഹാങ് ചെയ്ത് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ ഒരു സൈക്ലിങ്ങിൻ്റെ ഡിസൈനും ഡൈസി തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് സ്വന്തമായിട്ട് ഇത് CNC കട്ടിങ് കൊടുത്ത് അതെ അങ്ങനെ ചെയ്തെടുത്തതാണിത്. കുഞ്ഞു റൈഡൊക്കെ പോകുമ്പോഴത്തേക്ക് പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ഈ എല്ലാവരും എന്നൊക്കെ പറയുന്നത് ഈ 1200 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് ഏകദേശം 4 ദിവസത്തോളം ഉണ്ട്. ഈ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ഇങ്ങനെ ചോട്ടിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഒരു 15 മിനിറ്റൊക്കെ ഫുഡ് കഴിക്കാൻ കയറും. പിന്നീട് ഉറക്കം കിട്ടാറില്ല ഇവർക്ക്, ഉറക്കമില്ല. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈക്ലിസ്റ്റിനെ അവർക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ആ സമയത്തൊക്കെ ഇച്ചിരി ടെൻഷനാണ് കേട്ടോ. കാരണം ഈ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സൈക്കിൾ ചവിട്ടുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടല്ലേ. അപ്പോൾ ആ ഒരു ദിവസം അതല്ല 100-200 പോകുമ്പോഴത്തേക്ക് പ്രശ്നമില്ല. കാരണം രാവിലെ പോയിട്ട് വൈകുന്നേരം ഒക്കെ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ രാവിലെ എത്തും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞങ്ങൾ റെൻ്റ് ഹൗസിലൊക്കെ ഫ്രണ്ടിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് ഞങ്ങൾക്ക് രണ്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളതാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് എപ്പോഴും ഞങ്ങൾ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ അങ്ങനെ ഇത് ഇവിടെ ഞങ്ങൾ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ നമ്മുടെ ഇതുപോലെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്.
TV വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ ഇതുപോലെ ഒരു 4 ഷെൽഫ് വരുന്നുണ്ട്. 4 ഷെൽഫിൽ നമ്മളെ ഗ്ലാസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് മോഡം, TVയുടെ മോഡം, അതുപോലെ തന്നെ നമുക്ക് റിമോട്ടിംഗ് ഒക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്ലാസ് കൊടുത്താൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ എങ്ങാനും മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ക്യൂരിയോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഐക്യയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു 9-10 മാസം വരും. ആ ഒരു മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു വർഷമായിട്ടില്ല, ഒരു 10 മാസം മുമ്പ് ഞങ്ങൾ ഇപ്പോൾ വീട് ഇപ്പോൾ റെഡിയാവും, പാലുകാച്ചിന് ഇപ്പോൾ സമയം ഇപ്പോൾ കയറാമെന്നുള്ള രീതിയിൽ വന്ന സമയത്ത് ഞങ്ങൾ അങ്ങനെ ഐക്യയിൽ പോയി കുറച്ച് സാധനങ്ങൾ കേട്ടോ, അതിപ്പോൾ ഡെക്കർ ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അങ്ങനെ പക്ഷേ അതിങ്ങനെ നീണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല വീട്ടിൽ. വീണ്ടും 10 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ കയറിയത്. അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വെച്ചിരുന്നതൊക്കെ, ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, അതല്ലാതെ മുമ്പേ എൻ്റെ കയ്യിലുള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ ഈ ഇരിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മളെ സ്റ്റുഡിയോ റൂമിൽ പണ്ടിരുന്നവരാണ്. അതായത് ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുമ്പേ ഇരിക്കുവാണ്. അവരെ തന്നെ ഞാൻ എടുത്ത് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. ഒരു മരത്തിന് താഴെയായിട്ട് ഇപ്പോൾ ഞാൻ ഇവരെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ടോം ഒരു ജെറി പോലെ 2 പേര് ഇരിപ്പുണ്ട്. അവരെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം, ടോം ജെറി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്ലാൻസ് ഒന്നും വന്നിട്ടില്ല, എനിക്കറിയാം. ഞാൻ വളരെയധികം പ്ലാൻസിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. പ്ലാൻസ് ഒന്നും വന്നിട്ടില്ല, അതെല്ലാം ആ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് അതായത് എല്ലാം ഇങ്ങനെ പഴയ പോട്ടിലൊക്കെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആ പോട്ടിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഒന്ന് റീപോട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പോട്ടിലെ കൊണ്ട് വെക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ വീട്ടിലിരുന്ന 2 സ്നാക്ക് പ്ലാന്റ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പ്ലാന്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതെ, അതൊക്കെ ഒരുപാടുണ്ട്. അതെല്ലാം എടുത്തിട്ട് വരണം. അതൊരു വലിയ ജോലിയാണ്, പണിയാണ്. പിന്നെ വരുന്നത്, പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ലൈറ്റിങ് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ വീട്ടിലധികം കുറേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലൈറ്റുകൾ നമുക്ക് മെയിനായിട്ട് എപ്പോഴും വേണം, ആവശ്യമില്ലാത്തതാണ്. പക്ഷേ എനിക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഈ ലൈറ്റ് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അല്ലാത്ത സമയത്തൊന്നും എപ്പോഴൊന്നും ഇടാറില്ല കേട്ടോ, ഇത്രയും ലൈറ്റ്സ് ഒന്നും ഇടാറില്ല. കാണാനൊരു ഭംഗിക്ക് നമുക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ. അല്ല വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ഇതുപോലെ, അതായത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇത്രയും ലൈറ്റൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വെളിച്ചത്തിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നില്ല. അതല്ലാതെ കുറച്ച് 2-3 ലൈറ്റ് ഇടുമ്പോൾ തന്നെ വീട്ടിൽ നല്ലതുപോലെ തന്നെ വെളിച്ചമുണ്ട്. പിന്നെ ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത, നന്നായിട്ട് വെളിച്ചമുള്ളൊരു വീടാണ്. അവിടെ ഇവിടെ ആയിട്ട് എല്ലാ സ്ഥലത്തും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഓൺലൈനിൽ നിന്ന്. ഇങ്ങനത്തെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, നല്ല ലൈറ്റാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനൊരു പാർട്ടീഷനാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു പാർട്ടീഷൻ, ഈ പാർട്ടീഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പാർട്ടീഷൻ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വെക്കാം. ഇപ്പം ഞാനിപ്പോൾ വെച്ചിട്ടുള്ള നിലവിൽ ഇപ്പോൾ ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഉള്ള സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാം വന്നിട്ടില്ല, സാധനങ്ങളൊന്നും എത്തിയിട്ടില്ല. നമ്മുടെ വീട്ടിലെ പാത്രങ്ങളോ അതുപോലെ തന്നെ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊന്നും വന്നിട്ടില്ല. വളരെ കുറച്ച് സാധനങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം യൂട്യൂബിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആദ്യം കിട്ടിയത് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നടന്നു. അത് ഞങ്ങൾ ഫസ്റ്റ് അവിടെ തന്നെ വെച്ചു, അല്ലേ ഐസി? ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാനത് കൊണ്ട് നടക്കുമായിരുന്നു, അപ്പോൾ അതുകൂടെ വെച്ചു. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഡെക്കർ ഐറ്റംസൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ പുതുതായിട്ട് കിട്ടുവാണെങ്കിൽ അതൊക്കെ നമുക്ക് വെക്കാനുള്ള സ്ഥലങ്ങളായി. ഇനി മുന്നേ സ്ഥലമില്ലായിരുന്നു, ഇപ്പം ഇനി സ്ഥലമായി, ഇനിയിപ്പോൾ എവിടേക്ക് വെക്കാമല്ലോ. ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വരുന്നത് ഇതുപോലെ ഒരു സ്പേസിലേക്കാണ് കേട്ടോ. ഇതുപോലൊരു സ്ഥലത്താണ്. ഇത് ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട, വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം ഞങ്ങൾ 2 പേരും ഒരുപോലെ വായിക്കുന്നവരാണ്. അപ്പോൾ വായന ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട് ഫസ്റ്റിലെ തന്നെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ പറഞ്ഞ സമയത്തെ ഞങ്ങൾക്ക് ഇതുപോലൊരു ബുക്ക് ഷെൽഫ് അത്യാവശ്യമാണ്, ബുക്ക് ഷെൽഫ് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യിച്ചതാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾക്ക് നോക്കി എനിക്ക് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്നാണ് എനിക്ക് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ കിട്ടിയൊരു ഡിസൈനാണ്. എക്സാക്ട്ലി അതുപോലെ അല്ലായിരുന്നു, ചെറിയ മാറ്റങ്ങളൊക്കെ ഞാനിപ്പോൾ അതിൽ വരുത്തിയിട്ടുണ്ട്. അതായത് ഇതുപോലെ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പം ബുക്ക് വായിച്ചിട്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അങ്ങനെ ഇവിടെ ഇരുന്ന് വായിക്കാം.
ഇവിടെ ഇരിക്കാം അങ്ങനെയൊക്കെയുള്ള സ്ഥലം, അങ്ങനെ ഒരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും ലൈബ്രറിയിൽ പോയിരുന്ന വായിക്കാറ്, നമ്മൾ ട്രിവാൻഡ്രത്ത് ലൈബ്രറിയിൽ. അപ്പം അവിടെ ഇരുന്ന് അങ്ങനെ മുമ്പ് ആ സമയത്തൊന്നും സ്വന്തമായിട്ട് ബുക്കുകളൊന്നും ഇങ്ങനെ വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലാത്തത് കൊണ്ട് വാങ്ങിക്കാറില്ലായിരുന്നു. അവിടെ ഇരുന്ന് വായിച്ചിട്ട് വെക്കുക ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് ബുക്കുകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നേരത്തെ കയ്യിലുണ്ടായിരുന്ന സ്റ്റോക്കുകളാണ്, അത് എപ്പോഴും അലമാരിക്കകത്താണ് ഇരുന്നിരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ശ്വാസം കിട്ടിയതുപോലെ എല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ ഫിക്ഷൻ്റെ ആളാണ്, കംപ്ലീറ്റ് ഫിക്ഷൻ്റെ ആളാണ്. രാജുസി നോൺ ഫിക്ഷൻ്റെ ആളാണ്. രാജുസിക്ക് ഇതേപോലെ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി അങ്ങനെയൊക്കെയുള്ള നോൺ ഫിക്ഷൻ ഐറ്റമാണ് അങ്ങനത്തെ ഉള്ളത് മാത്രമേ വായിക്കാറുള്ളൂ. പിന്നെ ഞാൻ രാജുസി കണ്ട വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ബുക്കേ വാങ്ങാറുള്ളൂ ഒറ്റ ടൈം. ആ ബുക്ക് വായിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ അടുത്തൊരു ബുക്ക് വാങ്ങാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ രാജുസിയുടെ ഏത് ബുക്ക് കേട്ടാലും അതെല്ലാം രാജുസി വായിച്ച് തീർന്നതായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് ബുക്കുകൾ കാണുമ്പോൾ തന്നെ അവരെ ഇങ്ങനെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. എത്ര ബുക്കുകൾ കൈ കിട്ടിയാലും എനിക്ക് ആ ഒരു ആഗ്രഹം പാടില്ല, അവരെ കാണാൻ പ്രത്യേക സന്തോഷമില്ലേ. അങ്ങനെ വല്ലതും ഞാൻ വായിക്കാത്തതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ഞാൻ വായിച്ചത് കുറേയൊക്കെ ഇനിയും വാങ്ങാനുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇനി വെക്കാൻ ഇപ്പോൾ എനിക്ക് സ്ഥലമായി, അങ്ങനെ കുറച്ച് സ്ഥലം. പിന്നെ ഇതുപോലെ കുറേ കിഡ്സിൻ്റെ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ കിഡ്സിൻ്റെ ബുക്ക് ഞാനാണ് വായിക്കുന്നത്. കിഡ്സ് മൊത്തത്തിൽ ഞാൻ തന്നെ, അവരെയൊക്കെ കിഡ്സിൻ്റെ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതൊക്കെ ഞാനാണ് വായിക്കുന്നത്. അത് ആഴ്ച നോക്കാറില്ല ആ ഭാഗത്തൊക്കെ ഒന്നും. അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത ഒരു ഏരിയയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വീടിൻ്റെ 3Dയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത് ക്രിയോ ഹോംസ് ആണ്. ഞാൻ മുമ്പ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3D കംപ്ലീറ്റ് അതുപോലെ തന്നെ കൺസ്ട്രക്ഷനൊക്കെ അവരായിരുന്നു. നമ്മുടെ ഈ 3D അതായത് നമ്മൾ ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് നമ്മൾ ഒക്സിക്കോ ഹോംസ് എന്ന ടീമിനാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ഒരു ഒക്സിക്കോ ഹോംസ് എന്ന ടീമിനാണ്. അവർ നന്നായിട്ട് ചെയ്ത് തന്നില്ലേ ചേച്ചി? അല്ലേ, നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ എല്ലാ മെറ്റീരിയലൊക്കെ എടുത്ത് നല്ല രീതിക്ക് തന്നെ അവർ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവർ വർക്കെല്ലാം അതെ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അവർ ചെയ്തു തന്നു. അങ്ങനെയാണ് ഇതാ ഈ ഒരു ഏരിയ പറഞ്ഞത്. ഈ ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇതാ ഇതുപോലെ ഒരു വർക്കിംഗ് സ്പേസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ പ്ലാനില്ലായിരുന്നു കേട്ടോ വർക്കിംഗ് സ്പേസ്, ഇങ്ങനെ ഒരു വർക്കിംഗ് സ്പേസ്. അതായത് എല്ലാ റൂമിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ റൂമിലല്ലാതെ നമ്മൾ പുറത്തൊരിടത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് അത് വെച്ച് വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു മെയിനായിട്ടുള്ള വർക്കിംഗ് സ്പേസ് വേണം, അതായത് റൂമിലല്ലാതെ പുറത്തുകൂടി വേണം എന്ന് വെച്ചിട്ട് നമ്മളത് പ്രത്യേകം പറഞ്ഞതാണ് അവർ. ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ എടുത്ത് ഡിസൈൻ കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു ഡിസൈനൊക്കെ നന്നായിട്ട് അത് കർവ് ചെയ്തൊക്കെ ഷേപ്പിന് ഇത് വന്നിട്ടുണ്ട് നല്ല രീതിക്ക്. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലിരിക്കുന്നത് എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വരച്ച് തന്ന ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഷംല എന്നാണ് എൻ്റെ ഓർമ്മ. ഷംല മഞ്ചേരിയിൽ ഉള്ള മലപ്പുറത്തുള്ള ഒരു കുട്ടി എനിക്ക് വരച്ചു തന്നതാണ്. ഞാനതിപ്പോൾ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ വയ്ക്കാനായിട്ട് സ്ഥലം കിട്ടി, ഇവിടെ ഇരിപ്പുണ്ട്. ആൾ വരച്ചു തന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ ആ ഒരു പാർട്ടീഷൻ്റെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കേട്ടോ സ്ഥലം വരുന്നത്. അതായത് ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഷെൽഫ് വരുന്നുണ്ട്, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. അപ്പുറത്തെ എടുത്ത് അപ്പുറത്തെ സ്ഥലത്തേക്ക് അങ്ങനെ വെക്കാം കേട്ടോ. അങ്ങനെയാണ് ഈ 2 സ്ഥലമാണ് ഉള്ളത്. പിന്നെ നേരെ വരുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് ഷെൽഫുകളാണ് വരുന്നത്. സ്റ്റോറേജ് യൂണിറ്റ് നമ്മുടെ വീടുകളിൽ മിക്കവാറും വീടുകളിൽ കൊടുക്കുന്നതാണ്. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ബെഡ്റൂം കാണാം. ബെഡ്റൂം ഇത് ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമാണിത് നമ്മുടെ വീട്ടിലെ താഴത്തെ. ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബെഡ്റൂം. ഈ ഏരിയയിൽ ഇവിടെ ഇങ്ങനെ നമ്മുടെ ബെഡ് വരുന്നുണ്ട്. ബെഡിന് മുകളിലായിട്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളതിൽ ഒരു പാനലിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അല്ലേ ചേച്ചി? സീലിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ബ്ലൈൻഡ്സ്, ഇവിടെ നമ്മൾ റോമൻ കട്ടനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൽ ഇവിടെ. അപ്പോൾ ഇത് റോമൻ അടിയിൽ നമുക്കിൻ്റെ ഷിയർ കട്ടനും കൂടെ ഇടാം. കാരണം വെച്ചാൽ നല്ലതുപോലെ ബ്രൈറ്റ്നസ് വെളിച്ചം കട്ടായി പോകില്ലേ റോമൻ കട്ട ഇടുമ്പോൾ. അപ്പോൾ അതിനടിയിൽ ഷിയർ കട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവർ ചെയ്ത് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു കട്ടൻ ഇട്ടിട്ടുണ്ട്. ഈ കട്ടൻ ഞാൻ മിക്കവാറും അത് മാറ്റിയിട്ട് റോമൻ കട്ടൻ തന്നെ ആക്കാനാണ് ചാൻസ് ഉള്ളത്. ഈ റൂമിൽ ചേരുന്നത് എനിക്ക് തോന്നുന്നു റോമൻ കട്ടനാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് മാറ്റും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും.
ഒരു അതായത് നമുക്കൊരു പ്രൈവസിയുടെ ഇത് വരുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ ഞാൻ റോമൻ കർട്ടൻ ആക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരു 4 വാർഡ്രോബ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലോഫ്റ്റ് വരണുണ്ട്. ഇങ്ങനെയാണ് ലോഫ്റ്റ് വാർഡ്രോബൊക്കെ വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റഡി ടേബിളോ വർക്കിംഗ് ടേബിളോ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ഇതവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ കീസും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു റാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ളിൽ ചെറിയൊരു സ്റ്റോറേജ് ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂം ഇങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ബെഡിൻ്റെ 2 സൈഡിലായിട്ട് സൈഡ് ടേബിളും വരുന്നുണ്ട് കേട്ടോ. സൈഡ് ടേബിൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും എടുക്കണം വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് ടേബിൾ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. ഇത് കുറച്ച് താഴ്ചയായിട്ടാണ് തോന്നുന്നത്. അത് കുറച്ച് ഹൈറ്റ് ചെയ്യണം ഇല്ലേ ഐസി? അല്ലേ? അപ്പോൾ ഹൈറ്റ് ചെയ്യണം. എന്തെങ്കിലും നമുക്കിതിന് ലെഗ് എന്തെങ്കിലും കൊടുത്തിട്ട് കുറച്ച് ഹൈറ്റ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ 2 സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ബെഡ്റൂം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഇതുപോലെ ഒരു ഡ്രസ്സിങ് യൂണിറ്റിലേക്കാണ്. ഈ ഡ്രസ്സിങ് യൂണിറ്റിൽ ഇവിടെ സൈഡിലായിട്ട് നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 സ്ലൈഡിങ് വാർഡ്രോബ്. പിന്നെ ഇത് രാജശ്രീയുടെ ഏരിയ അല്ലാന്ന് വേണമെങ്കിൽ രാജശ്രീ ഇപ്പോഴും പറയണേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇതുപോലൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ, അതുപോലെ തന്നെ കുറച്ച് ഷെൽഫറുണ്ട്. ഷെൽഫിൽ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കുഞ്ഞു ഒരുപാടൊന്നും എൻ്റെ അടുത്തില്ല. കുറച്ച് കുഞ്ഞു ഐറ്റംസൊക്കെ വെക്കാം. അതുപോലെ നമ്മുടെ സ്ലൈഡും ക്ലിപ്പുകളൊക്കെ വെക്കാം, പെർഫ്യൂംസൊക്കെ വെക്കാം. അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഇതുപോലൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സ്റ്റോറേജ് ചെയ്യാനൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വെക്കാം. എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഭംഗി. നൈറ്റൊക്കെ നമ്മൾ ലൈറ്റ് ഇടുമ്പോഴത്തേക്കും ഇവിടെ മാത്രം ഇട്ടാലും മതിയാവും. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ ഇതാണ്ട് ഇവിടെ കുറച്ച് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ കുറച്ച് ഡ്രോയേഴ്സ് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സോഫ്റ്റ് ക്ലോസ് ആണ് വരുന്നത്. എല്ലാ സ്ഥലത്തുള്ളതും സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഇത്രയാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ബാത്റൂമാണ് വരുന്നത്. ഈ ഒരു സ്ഥലത്താണ് ബാത്റൂം വരുന്നത്. ബാത്റൂം ടൂർ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇങ്ങനെ ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. അപ്പോൾ ബാത്റൂമിൽ ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ മാത്രം നമ്മൾ ഇതുപോലെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. കുറച്ച് അതായത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലീനിങ് ബ്രഷസും അതുപോലെ തന്നെ ലിക്വിഡും ഒക്കെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഈ സ്ഥലത്ത് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് കളേഴ്സൊന്നും ഞാൻ ഒരു ബാത്റൂമിലും സെലക്ട് ചെയ്തിട്ടില്ല. എല്ലാം ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കളേഴ്സാണ്. അത് ലൈറ്റ് തീമിലാണ് പോയിട്ടുള്ളത്. ഒന്നും ഡാർക്കായിട്ടൊന്നും എടുത്തിട്ടില്ല. അതായത് നമുക്ക് എപ്പോഴും ബാത്റൂം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതറിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈറ്റായിട്ടുള്ള തീമിൽ പോയാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലെ അങ്ങനെ ലൈറ്റ് തീമാണ് എടുത്തിട്ടുള്ളത്. കാണാനും ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു ബെഡ്റൂം ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇതുവഴി നമ്മുടെ ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് റൂം ഇതാണ് കേട്ടോ ഡൈനിങ് റൂം വരുന്നത്. അപ്പോൾ ഈ ഡൈനിങ് ഹാളൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്ന സമയത്ത് കട്ട കിട്ടിയിരുന്ന ആ സമയത്തൊക്കെ ഞാൻ വെറുതെ വെച്ചിട്ടിരുന്ന സമയത്ത് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെയ്ത് വരുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ഡൈനിങ് റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതുപോലെ ഒരു 6 സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ടേബിളാണ് ചെയ്തിട്ടിരിക്കുന്നത്. അതും കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സോഫ സെറ്റിയൊക്കെ ചെയ്ത് കൊടുത്തിരുന്ന അവരുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ ഞാൻ നെറ്റിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത ചെയറും അതിൽ നിന്ന് എടുത്ത ടേബിളിൻ്റെ ഒക്കെ ഡിസൈനാണ് കേട്ടോ. അതായത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് 2 ചെയർ ഇടാനുണ്ട് കേട്ടോ. അവിടെ ഇനി ചെയർ വരാനുണ്ട്. അപ്പോൾ ചെയർ വരുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടി പുറകിലേക്ക് ഒന്ന് നീക്കിയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ചെയർ ഇടാൻ സ്ഥലം കിട്ടുള്ളൂ. അങ്ങനെ ചെയർ ഇടണം അവിടെ. പിന്നെ വരുന്നത് ഇതുപോലെ ഒരു ഷെൽഫാണ്. ഇവിടെ ഇതുപോലെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇതിലൊക്കെ ഒരു തട്ട് കൂടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയറുകാർക്ക് അവരുടെ കുറച്ച് വർക്കുകൾ ഇനി ബാക്കിയുണ്ട്. ഇതുപോലുള്ള നമ്മുടെ ഷെൽഫിലൊക്കെ തട്ടിലിടാനുണ്ട്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻകാർക്കും കുറച്ച് വർക്കുണ്ട്. കുറച്ച് ടച്ചിങ് വീട്ടിൽ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെയും ടച്ചിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ അവരൊരു ദിവസം നമ്മൾ ഡേറ്റ് പറയുമ്പോഴത്തേക്ക് അത് വന്ന് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞു വർക്കുകൾ കുറച്ച് ചെറിയ കുഞ്ഞു ടച്ചിങ് വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഇതുപോലെ 2 റാക്ക് വരുന്നുണ്ട്.
ഇവിടെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് മേലെ നമുക്കറിയാൻ പറ്റുള്ളൂ എന്തൊക്കെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ക്യൂരിയോസൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. മെയിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഞാൻ നമ്മുടെ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് ഇവിടെ നിന്നെല്ലാം വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഇവിടെ വരുന്നത് ഇതുപോലെ ഒരു വാശേരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ പാലുകാച്ചിന് വന്നവർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഇതാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് ഈ ഒരു വാശേരി, ഈ ഒരു വാശി യൂണിറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഈ ഒരു ടൈലിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തത് തന്നെ ഞങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ ആ ഒരു ഐഡിയയ്ക്ക് പ്രകാരമാണ് ഈ ടൈലിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെ പോയത്. ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് ഒരു പ്ലെയിൻ ടൈലാണ് വരാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. പ്ലെയിൻ ടൈൽസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളാണത് കുറച്ച് മാറ്റി ഇങ്ങനത്തെ ഒരു ടൈൽസ് ഇവിടെ കൊടുത്തത്. പക്ഷേ നേരിൽ കാണാൻ വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. നേരിലത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ചെറിയൊരു കാംനെസ് ഫീലാണ് കേട്ടോ. നന്നായിട്ടുണ്ട്, അത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. ഈ മിററിൻ്റെ ഇവിടെ വരെ നമുക്ക് യൂസ് ഉള്ളൂ, അങ്ങോട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇരുന്നാൽ അവിടെയുള്ള ഓപ്പോസിറ്റുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും മിററിൽ. പിന്നെ ഇവിടെ ഇങ്ങനെ സെൻസർ മിററാണ് ഇത് വരുന്നത്. എല്ലാ കളറും കത്തും അല്ലേ ഗൈസ്? അങ്ങനെ ഇങ്ങനെ ഇട്ട് വാം ലൈറ്റ് കത്തും. പിന്നെ ന്യൂട്രൽ അങ്ങനെയൊക്കെയുള്ള ലൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ ഇവിടെ കുറച്ച് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഷെൽഫിലും കുറച്ച് തട്ടൊക്കെ ഇടാനുണ്ട്. അതായത് നമ്മുടെ യൂസിനനുസരിച്ച് തട്ടുകൾ ഇടാനുണ്ട്. അങ്ങനെ ഇതിലേക്ക് വന്നിരിക്കുന്ന ഇത് പെയിൻറ്റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. PU പെയിൻറ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതുപോലെ WPCയും സ്കെയിൽവുഡിൻ്റെ WPCയും അല്ലാതെ ഡ്രൈ ഏരിയയിലൊക്കെ നമ്മൾ പ്ലൈവുഡാണ് കൊടുത്തിരിക്കുന്നത്, മറൈൻ പ്ലൈവുഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ ഇട്ടിട്ടുള്ളത് ടൈലാണ് കേട്ടോ. നമ്മുടെ 50 mm ടൈലുണ്ടല്ലോ, അതാണ് കേട്ടോ അവിടെ ഇട്ടിട്ടുള്ളത്. ഈ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പിന്നെ വരുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു യൂണിറ്റാണ്. ഇത് അയണൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അയൺ ടേബിൾ ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടതാണ് കേട്ടോ. അതായത് ചില വീടിൻ്റെയൊക്കെ വീഡിയോസിൽ ഇതുപോലെ ഒരു അയൺ ടേബിൾ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ യൂണിറ്റ്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അങ്ങനെ അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ അയണും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അത് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇനി ഒരു സ്റ്റാൻഡ് കൂടി അയൺ ടേബിൾ, ആ ഒരു അയൺ ബോക്സ് വെക്കേണ്ട ഒരു സ്റ്റാൻഡ് കൂടി ഇവിടെ വെക്കണം. അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. അത് നമ്മൾ വീട് വർക്ക് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലഗൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്കത് വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ഇത് ചെയ്തിരിക്കുന്നത്. വേറെ സ്ഥലമൊന്നുമില്ല, വേറൊരു സ്ഥലത്ത് നമുക്കിത് ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല. അതിൻ്റെ പേരിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നേരെ ഇവിടുന്ന് നമ്മുടെ ഈ താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നമ്മളിവിടെ ബെഡിൻ്റെ കൂടെ തന്നെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഹൈലൈറ്റിങ് ഒരു വാള് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റിങ്ങിൻ്റെ അതിപ്രസരം ഞാൻ പറഞ്ഞതുപോലെ ഫുള്ള് ലൈറ്റാണ്, എവിടെ തിരിഞ്ഞാൽ ലൈറ്റാണ്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെയും 4 വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡ്രോബിനകത്തും ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ നമ്മൾ ലോഫ്റ്റ് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു ബെഡ്റൂമിൽ മാത്രമേ ലോഫ്റ്റ് വെച്ചിട്ടുള്ളൂ. വേറെ എല്ലാ സ്ഥലത്തും നമ്മൾ ലോഫ്റ്റ് വെച്ചിട്ടില്ല. കാരണം എല്ലാ സ്ഥലത്തും വാർഡ്രോബ് ഉള്ളതിൻ്റെ പേരിൽ അത് തന്നെ ധാരാളം എന്ന് തോന്നിയിട്ട് ലോഫ്റ്റ് കൊടുക്കാത്തതാണ്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലൈൻഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൈൻഡ്സ് നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്ടേ വെളിച്ചം വേണം എന്നുള്ളപ്പോൾ ഇത്രയും വെക്കാം, കുറച്ച് വെളിച്ചം വേണമെങ്കിൽ ഇത്രയും വെക്കാം, ഒട്ടും വെളിച്ചം വേണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കാം. നല്ല ഫുള്ളായിട്ട് വെളിച്ചം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ള് ഹൈറ്റിൽ ഇങ്ങനെ പൊക്കി കൊടുക്കാം. നമുക്കറിയാവുന്നതാണ്. അങ്ങനെയാണ് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്നത്. രാഴ്ചയ്ക്ക് ബ്ലൈൻഡ്സിനോടാണ് താല്പര്യം. കാരണം പെട്ടെന്ന് ഭയങ്കര ഈസി യൂസ് എന്നാണ് രാഴ്ച പറയണത്. അപ്പോൾ അങ്ങനെ ബ്ലൈൻഡ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ പാലുകാച്ചിന് നമുക്ക് കിട്ടിയ കുഞ്ഞു ഗിഫ്റ്റുകളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അത് അൺബോക്സ് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഫുൾ ലെങ്ത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ മാത്രമേ ഇങ്ങനെ ഫുൾ ലെങ്ത്തിൽ മിററുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് മേടിച്ച് വെക്കാനാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫുൾ ലെങ്ത്ത് മിറർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഇതുപോലെ ഒരു ഷെൽഫ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ ബാത്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂമിലെ ബാത്റൂം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്.
ഈ ഒരു രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചെറിയൊരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റോറേജ് ഇങ്ങനെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ സ്റ്റോറേജ് യൂണിറ്റ് ഇങ്ങനെ മസ്റ്റാണ് കേട്ടോ ഉള്ള ബാത്റൂമിൽ. കാരണം വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ലിക്വിഡുകളും അതുപോലെ തന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ WPCയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇതും വെറ്റ് ഏരിയ ഇല്ലേ, അപ്പോൾ നമുക്കത് പ്ലൈവുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ WPCയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ബാത്റൂം, ഈ ഒരു റൂമിലെ ബാത്റൂം വരുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ റൂമിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി വരുന്നത്, ഞാൻ നന്നായിട്ട് തന്നെ കിതയ്ക്കണുണ്ട് കേട്ടോ. എനിക്ക് ഇച്ചിരി ശ്വാസം കിട്ടുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുള്ള തോന്നുന്നുണ്ട്. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം, നമുക്കതല്ല കുക്കിങ്ങിന് യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ താണ്ടെ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഒരു ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനല്ല, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത്രയും വീതി നമ്മൾ കൊടുക്കത്തില്ല. കാരണം ഞാൻ കുറച്ച് വീതിക്കായത് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്, കുറച്ച് വിട്ട് കൂടുതലായിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കുക്കിങ്ങും ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ, ഈ ഒരു രീതിക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഓപ്പൺ കിച്ചനാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട് വർക്ക് നടക്കുന്ന കാര്യമൊക്കെ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ പുറത്തിട്ടിരിക്കുന്ന ഈ ഒരു കോട്ട്സ്. അപ്പോൾ കോട്ട്സ് എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കോട്ട്സിൽ പെട്ടെന്ന് സ്റ്റെയിൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടോട് കൂടിയിട്ട് എന്നാലും കോട്ട്സ് വീട് വെക്കുന്നതിന് മുന്നേ ഉള്ള ആഗ്രഹമാണ് കോട്ട്സ് ഇടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള കോട്ട്സാണ്. അപ്പോൾ കോട്ട്സ് നമ്മൾ ഹാഫ്ലിയുടെ സീസർ സ്റ്റോണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് കുറച്ച് സ്റ്റെയിനൊക്കെ ഇതാക്കുമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്, റെസിസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എന്തെങ്കിലും പ്രശ്നം അതായത് സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിയിക്കാം കേട്ടോ. യൂസ് ചെയ്ത് വരുമ്പോഴല്ലേ അത് അറിയാൻ പറ്റുള്ളൂ, സ്റ്റെയിന് എത്രത്തോളം ഇത് അബ്സോർബ് ചെയ്യുന്നില്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ എന്നാലും ഞാൻ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഇതെന്തായാലും ഞാൻ ഒരു ഷോ കിച്ചനായിട്ട് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല, അത് നന്നായിട്ട് യൂസ് ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ ഓപ്പൺ കിച്ചൺ മിക്കവാറും ഷോ കിച്ചനായിരിക്കുമല്ലോ, അപ്പോൾ ഷോ കിച്ചനായിട്ടല്ല വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പം എങ്ങാനും മഞ്ഞപ്പൊടിയൊക്കെ വീഴുമ്പോഴത്തേക്കും സ്റ്റെയിൻ ആകുമോ ഇല്ലെന്ന് കണ്ടറിയണം. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഹുഡും ഹോബും ഒക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്താണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ ചെയ്തിരിക്കുന്നത് അത്രയും WPC ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനെ വെറ്റ് ഏരിയയിൽ കംപ്ലീറ്റ് WPC ആണ് കൊടുത്തിരിക്കുന്നത്, PU ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട്. ഇതിന് മുകളിലൊക്കെ ഇനി തട്ടിടാനുണ്ട് കേട്ടോ. അപ്പോൾ തട്ട് കൊടുക്കാനുള്ള ആ ഒരു ഹുക്കൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്, തട്ടിടാനുണ്ട്. പിന്നെ നാണ്ടെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ പ്ലേറ്റ്സും കപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട്. കുറച്ച് പ്ലേറ്റ്സും കപ്പുകളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്, ഇനി ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് വരണം. ഇതൊക്കെ ഇത്രയും ദിവസം വരെ ഒരു പെട്ടിക്കകത്ത് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അവരെ തുടച്ച് മിനുക്കി ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കാം. അങ്ങനെ ഒരു ഷെൽഫായിട്ട് യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെക്കാം. ഇതെല്ലാം കാര്യമായിട്ടാണ് ഇപ്പോൾ ഇരിക്കണേ. ഇതെല്ലാം നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം, കാരണം ഇവിടെയൊക്കെ ബോട്ടിൽസൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിൽസിലൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ നിറയ്ക്കാനായിട്ടുണ്ട്. ഇത് ഒരു ഷെൽഫ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ റാക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലൊരു ക്യാബിൻ വരുന്നുണ്ട്. ആ ക്യാബിനിലും തട്ടിടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്യാബിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇവിടെ ഓയിൽ പുൾ ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡും ഓയിൽ പുൾ ഔട്ട് വരുന്നുണ്ട്. ഇത് ഓയിൽ പുൾ ഔട്ടല്ല, ഇത് തവ പുൾ ഔട്ടാണ് കേട്ടോ. ഇത് തവയൊക്കെ ഇട്ടിട്ട് പുൾ ഔട്ട് ചെയ്തെടുക്കാനുള്ള തവ പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കട്ട്ലറി യൂണിറ്റാണ് ഇതുപോലെ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ വെക്കാനുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ടാൻഡം ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനടിക്ക് ഞാൻ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഒരു ടാൻഡം ബോക്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇതും ഒരു ടാൻഡം ബോക്സാണ് കേട്ടോ. കുറച്ചധികം സാധനങ്ങളൊക്കെ വെക്കാൻ, എന്തായാലും നമുക്ക് അധികം ഉള്ളത് പാത്രങ്ങളാണല്ലോ. അപ്പോൾ പാത്രങ്ങളൊക്കെ വെക്കാൻ എനിക്ക് ഇതുപോലെ ടാൻഡം ബോക്സും ഇതുപോലെ ക്യാബിൻ യൂണിറ്റൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യേകം ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്കത് വെക്കാം.
ഇവിടെയും ഒരു സ്റ്റോറേജ് യൂണിറ്റാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. പിന്നെ വരുന്നത് ഇതുപോലെ ഒരു ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷെൽഫാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഓവൻ വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഓവൻ ആ വീട്ടിലാണ് ഉള്ളത്, അവിടെ നിന്ന് എടുത്തിട്ട് വരണം ഓവൻ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏരിയയാണിത്. പിന്നെ വരുന്നത് ടോൾ യൂണിറ്റാണ്. അപ്പോൾ ടോൾ യൂണിറ്റ് ഇതെങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ അതായത് അത്യാവശ്യം ഇതിലൊക്കെ പൊടിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് പൊടിയൊക്കെ ഉണ്ട്, ഇവിടെ നോക്കിയാലും പൊടിയാണ്. അതായത് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ടീമിൻ്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ ഇന്ത്യ ടീമിൻ്റെ അടുത്തു നിന്നൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടായിരുന്നതാണ്. ഉണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ കൈവച്ചിട്ട് നമ്മുടെ ഇതുകൊണ്ട് തന്നെ നന്നായിട്ട് വൃത്തിയാക്കേണ്ടതുണ്ട്. രാജശ്രീക്ക് നല്ലൊരു പണിയാണ്. നല്ല രീതിക്ക് നമ്മളിത് തുടച്ചെടുക്കണം കേട്ടോ. ടോൾ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയാണ്, ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് യൂണിറ്റിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വെച്ച ഒരു സ്ഥലമാണ് ഈ ഏരിയയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ, ഈ വീട്ടിലെല്ലാം എനിക്ക് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോഴുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. എൻ്റെ കിച്ചൺ എപ്പോഴും എനിക്ക് ഇഷ്ടം തന്നെയാണ്. അങ്ങനെ ഒത്തിരി ആഗ്രഹത്തോടെ വെച്ചൊരു കിച്ചനാണ്. ഈ കിച്ചണിലാണ് ഇനി ഒരുപാട് റെസിപ്പികൾ എനിക്ക് തയ്യാറാക്കേണ്ടത്. അതായത് ഒരുപാട് റെസിപ്പികൾ ചെയ്ത് നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കേണ്ട സ്ഥലമാണിത്. അങ്ങനെ ഒരു ഏരിയയാണിത്. കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ കിച്ചൺ കാണുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷമാണ്. ഇപ്പോൾ അത് ഒരുപാട് സന്തോഷമായി. കാരണം സ്വന്തമായിട്ടൊരു കിച്ചൺ, എനിക്കെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കിച്ചൺ, അത് ഒത്തിരി സന്തോഷം. അപ്പോൾ ഈ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പോകേണ്ടത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. കാരണം ഈ കിച്ചണ് നമുക്ക് വർക്കിംഗ് കിച്ചൺ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. കാരണം വർക്കിംഗ് കിച്ചൺ ആയിട്ടല്ല ഞാനിത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെയാണ് ഈ സെക്കൻഡ് കിച്ചണും ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇങ്ങനെയാണ്. കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ഐസി? ഇല്ലല്ലോ. അതായത് ഉച്ചയ്ക്ക് വൈകുന്നേര സമയമായി നമ്മൾ വീഡിയോ എടുത്തു തുടങ്ങി. ഇപ്പോൾ ഇച്ചിരി കൂടി ലൈറ്റിൻ്റെ വെളിച്ചമൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം വരും. അപ്പോൾ ഇങ്ങനെയാണ്, ഇവിടെയാണ് നമ്മൾ ഇങ്ങനെ ഹുഡും ഹോബൊക്കെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടെ കൊടുത്തതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഹോബാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് അധികം കുക്കിങ്ങൊക്കെ ഇവിടെ ആയിരിക്കും നടക്കുന്നത്. ആ ഒരു രീതിക്കാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതും അതുപോലെ തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു കട്ട്ലറി യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ 2 ടാൻഡം ബോക്സ് വരുന്നുണ്ട്. ഈ ടാൻഡം ബോക്സിലൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മുടെ മസാല ബോട്ടിൽസൊക്കെ അടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് മുകളിലൊക്കെ ഇങ്ങനെ പേരൊക്കെ വെക്കണം, അതിൻ്റെയൊക്കെ നെയിംസൊക്കെ എഴുതി വെക്കണം. അത് ഓൺലൈനിൽ നിന്ന് ആ സ്റ്റിക്കറുകളൊക്കെ വരുത്തണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ വെച്ച് ചെയ്യണം അതൊക്കെ പെട്ടെന്ന്. പിന്നെ താഴെ ഒരു ടാൻഡം ബോക്സ്, അതുപോലെ തന്നെ ഇവിടെയും 2 ടാൻഡം ബോക്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്. ഇവിടെ 2 ക്യാബിനൊക്കെ വരുന്നുണ്ട്. അതിനെ അപേക്ഷിച്ച് ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ. പക്ഷെ അതിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണിത്. കാരണം നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ ഇത് ധാരാളം മതിയല്ലോ. ഇതിൽ കൂടുതൽ വലിയൊരു ഇത് ആവശ്യമില്ല എന്ന് തോന്നി. കാരണം ഇവിടെ കുറച്ച് ഷെൽഫ് അധികം കൊടുത്തിട്ടുണ്ട്. ഇതിന് ധാരാളം മതിയാവും. ഇവിടെ ഒരു ഷെൽഫ് വരുന്നുണ്ട്, ഇതുപോലുള്ള ഷെൽഫുകൾ. ഇവിടെയൊക്കെ ഷെൽഫാണ് വരുന്നത്. ഇതിന് മുകളിൽ വേണമെങ്കിൽ വെക്കാം, എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ വെക്കാം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 റാക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലഗ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ പ്ലഗ് യൂണിറ്റ് ഇവിടെ ഇതുപോലെ ഒരു, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്ത് നമുക്ക് ഇവിടെ വെച്ച് യൂസ് ചെയ്തിട്ട് തിരിച്ചതുപോലെ വെക്കാം. ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കും, അങ്ങനെയാണ്. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ വരാനുണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ വെക്കണം. പിന്നെ മുകളിൽ ഇതുപോലെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ. അടുക്കളയല്ലേ, അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഉണ്ടാവും. എത്ര സ്റ്റോറേജ് എടുത്താലും മതിയാവില്ല. അത് വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ സ്റ്റോറേജ് യൂണിറ്റിന് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ ഒരു മോപ്പ് യൂണിറ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. മോപ്പൊക്കെ വെക്കാനായിട്ട് ഇതുപോലൊരു മോപ്പ് യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഡിഷ് വാഷറാണ് വെച്ചിട്ടുള്ളത്. ഈ ഡിഷ് വാഷർ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം ആയിട്ടുണ്ട് ഞാൻ ഡിഷ് വാഷർ വാങ്ങിയിട്ട്.
ഡിഷ് വാഷറിൻ്റെ റിവ്യൂ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും കേട്ടോ. ഡിഷ് വാഷർ എന്താണെന്നുള്ള അതിൻ്റെ ഒരു വലിയ ഇതില്ലാതെയാണ് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ ഒരു നമ്മുടെ ഷമീസ് ടിപ്സിൽ ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ഇപ്പോൾ താമസിച്ചിരുന്ന റെൻ്റ് ഹൗസിൽ നല്ല താഴ്ചയിലാണ് അവർ സ്ലാബ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇത്രയും ഹൈറ്റ് വേണം, നമ്മുടെ ഒരു നോർമൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റാണ്. പക്ഷേ ഇതിൽ നിന്നും ഇങ്ങനെ അവർ സ്ലാബ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കുനിഞ്ഞ് നിന്ന് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നല്ല നടുവിനൊരു ചെറിയ പ്രശ്നം വന്നു, കാലിനൊക്കെ ചെറിയ പ്രശ്നം വന്നു, വേദന വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും നിന്ന് പാത്രങ്ങളൊന്നും കഴുകാനുള്ള ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് ഈ ഡിഷ് വാഷർ. ഈ ഡിഷ് വാഷർ സത്യം പറഞ്ഞാൽ എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് ഞാൻ ഉറപ്പായിട്ട് റിവ്യൂ ചെയ്യാം കേട്ടോ. വളരെ അതായത് വർക്കിംഗ് വുമൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഡിഷ് വാഷർ. ഞാൻ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെരിറ്റ്സും ഡീമെരിറ്റ്സും ഒക്കെ ചേർത്തിട്ട് ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യാം. ഇതിന് തൊട്ട് താഴെയായിട്ട് പിന്നെ ഒരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഡ്രോയർ കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ഈ ഡിഷ് വാഷറിൻ്റെ പൗഡറും അതുപോലെ തന്നെ ആ സോൾട്ടും ലിക്വിഡും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡ്രോയർ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. ഈ വർക്കിംഗ് കിച്ചണിൽ നമ്മൾ WPC തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിക്കാണ് കേട്ടോ. ഇതാണ് വർക്കിംഗ് കിച്ചൺ അല്ലെങ്കിൽ സെക്കൻഡ് കിച്ചൺ എന്നൊക്കെ പറയാമെന്നുള്ളൊരു കിച്ചൺ നമ്മളിവിടെയാണ് ഈ ഒരു രീതിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഏകദേശം ആയില്ല ഐസി. ഇനി നമ്മുടെ പേറ്റിയുണ്ട്. ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്കും വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് പാറ്റിയോയിലേക്കാണ്. വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പാറ്റിയോ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 2 ഫേസാണ് വരുന്നത്, 2 ഫ്രണ്ട് സൈഡ് വരുന്നുണ്ട്. അതിൽ 2 ഫ്രണ്ടിൽ അവിടുത്തെ സിറ്റ് ഔട്ടിലും ഇരിക്കാം, ഇവിടുത്തെ സിറ്റ് ഔട്ടിലും ഇരിക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ചെയർ വരാനുണ്ട്, ചെയറും ടേബിളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിടും. ഇവിടെ 2 സൈഡും ചെയർ. അപ്പോൾ വായിക്കാനൊക്കെ ബെസ്റ്റ് സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ടേക്ക് ആസ്വദിച്ച് വായിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നിരുന്ന് വായിക്കാം. അപ്പോൾ ഇതിന് മുകളിൽ ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്, ഗ്ലാസ് ഷീറ്റ്. അപ്പം മഴയൊന്നും നനയത്തില്ല. വെയിൽ സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ല, വെയിൽ സമയത്ത് നല്ല വെയിലുണ്ടാവും. അതല്ലാതെ ഈ ഒരു സമയത്തൊക്കെ നല്ല ബെസ്റ്റാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. മഴയത്തും ഇവിടെ വന്നിരിക്കുക. ഇവിടെയൊക്കെ എനിക്ക് ചെടികളൊക്കെ വെക്കണം എന്നാണ് ആഗ്രഹം. കാരണം നമ്മുടെ ചെടികളൊക്കെ അവിടെ വീട്ടിലിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇവിടെയൊക്കെ ചെടികൾ വെക്കണം. ഇവിടെ രാജൂസി ഒരു സീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. സീറ്റിംഗ് ചിലപ്പോൾ ഈ സ്ഥലത്ത് വന്നാൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സീറ്റിംഗ് ഉണ്ടാവും. ഇതാണ് പിന്നെ സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്താണ് ഇവിടെ വരുന്നത്. ഈ പാറ്റിയുടെ മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ഷീറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതുപോലെ ജാളി വർക്കും ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ മതിലിൽ നമ്മൾ എടുത്തിട്ടുള്ള സെയിം ജാളി തന്നെയാണ് കേട്ടോ നമ്മൾ മുകളിലും കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഈ പാറ്റിയോയിൽ നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്നത് ടൈനി ടൈൽസാണ് കേട്ടോ. അപ്പോൾ ഈ ടൈനി ടൈൽസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഷോപ്പിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടത്തേക്ക് മാച്ച് ആകുന്ന രീതിയിലൊരു ടൈനി ടൈൽസ് എടുക്കണം. അതുപോലെ നമ്മുടെ അവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന വാശേരിയിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇവിടെ നമ്മൾ ടൈനി ടൈൽസ് ഇങ്ങനെ സെലക്ട് ചെയ്തെടുത്തതാണ്. ഇവിടെ ഇതുപോലെ ഈ ഒരു രീതിക്ക് വുഡൻ ഡിസൈനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പാറ്റിയോ വരുന്നത് കേട്ടോ. ഈ ഒരു രീതിക്ക് ഇവിടെയൊക്കെ ഇനി ബാക്കി ചെടികളും അതുപോലെ സീറ്റിംഗ് ഒക്കെ കൊടുത്ത് റെഡിയാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് കുറച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ ഇനി ബാക്കിയുണ്ട്. ഇനി നമ്മുടെ സൈഡിൽ നിന്നാണ് വർക്കുകളുള്ളത്, നമ്മളത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ സ്റ്റെപ്പിൽ നമ്മളിങ്ങനെ ഒരു സെൻസർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ അവിടെ ഇരുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അതിനെയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് നമ്മുടെ ആന്തൂറിയൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് പിന്നെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എന്തായാലും എത്തുമ്പോഴത്തേക്കും പതുക്കെ എനിക്ക് മുകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. ഇത് നമ്മളിവിടെ ബ്ലൈൻഡ്സ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മിക്ക സ്ഥലങ്ങളിലും ബ്ലൈൻഡ്സ് ആണ് ഇട്ടിട്ടുള്ളത്. കാരണം എല്ലാ സ്ഥലത്തും നമ്മൾ ആർക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ഡ്രൈവ് ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് കർട്ടൻ ചെയ്യാൻ പറ്റത്തില്ല. കർട്ടൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർക്ക് ഡ്രൈവ് അതങ്ങ് പോവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് തന്നെ മതി, ബ്ലൈൻഡ്സിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചിട്ട്. ബ്ലൈൻഡ്സ് ആകുമ്പോൾ നമുക്ക് വെളിച്ചം വേണ്ട സമയത്ത് വെളിച്ചവും കൊടുക്കാമല്ലോ. ആവശ്യത്തിന് എപ്പോഴൊക്കെ ലൈറ്റ്സ് വേണോ അപ്പോൾ ലൈറ്റ്സും കൊടുക്കാം, ലൈറ്റ് വേണ്ടാത്ത സമയത്ത് അടച്ചുവിടാം. അപ്പോൾ അതിൻ്റെ പേരിൽ എളുപ്പം തോന്നിയത് ബ്ലൈൻഡ്സ് ആയതിൻ്റെ പേരിൽ ബ്ലൈൻഡ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലൈൻഡ്സും ഇത് എംബ്രോയ്ഡറിയാണ് കേട്ടോ. കൊള്ളാം, നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഷാൻലിയർ തൂക്കിയിട്ടുണ്ട് നമ്മളെ. അതായത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷാൻലിയറാണ് കേട്ടോ. ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷാൻലിയറാണ്.
അവിടെ നമുക്കിങ്ങനെ ഇത് പാരച്യൂട്ട് പോലെ ഉണ്ടല്ലേ കാണാനായിട്ട്. പാരച്യൂട്ട് പോലത്തെ ഒരു ഷാൻലിയർ നമ്മളിവിടെ കൊടുത്തത്. നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുന്നത് ഇവിടുത്തെ മുകളിലത്തെ ഒരു ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ ബെഡ്റൂം. മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ ബെഡ് ഇങ്ങനെ ചെയ്തിടാനായിട്ടുണ്ട്. ബെഡൊന്നും എത്തിയിട്ടില്ല, 3 ദിവസത്തിലേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ ബെഡൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നമ്മളിവിടെ ഇതുപോലെ ടെക്സ്ചർ പെയിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവിടെ ലൈറ്റൊക്കെ വരാനുണ്ട്. ലൈറ്റ് വരുമ്പോൾ ആ ടെക്സ്ചർ പെയിൻ്റ് എടുത്ത് കാണിക്കത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ റൂമിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ, ഇവിടെ ഇങ്ങനെ ചെയ്ത ബേവിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഈ ബേവിൻ്റെയിൽ ഇരുന്ന് ഇങ്ങനെ വായിക്കാം, മൊബൈൽ നോക്കാം, അതുപോലെ തന്നെ ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തിരുന്ന് ചെയ്യാം. ഇത് നമുക്ക് താഴെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ താഴത്തെ ബെഡ്റൂമിൽ കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ബേവിൻ്റെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷനിൽ നിന്ന് കുറച്ചും കൂടി ഇങ്ങനെ ഇത് മാറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ താഴെ ആ ഒരു സ്പേസ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു മുകളിൽ കൊടുത്തത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിക്ക് നമ്മളിങ്ങനെ ഒരു ബേവിൻ്റെ ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ബേവിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്പുറത്തേക്ക് വീട്ടിലൊക്കെ നോക്കാം. ഇവിടെ ഒന്നും ബ്ലൈൻഡ്സ് ഒന്നും വന്നിട്ടില്ല, ബ്ലൈൻഡ്സോ കർട്ടനോ ഒന്നും വന്നിട്ടില്ല. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് വരണം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഇതുപോലെ 2 വിൻഡോസ്. ഇവിടെ നമ്മൾ വാർഡ്രോബ് എടുത്തിട്ടുണ്ട്. വാർഡ്രോബ് ഈ ഒരു രീതിക്ക് വാർഡ്രോബൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് ഒരേപോലെ തന്നെയാണ് വാർഡ്രോബിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നല്ലതുപോലെ ക്ലീനിങ്ങിൻ്റെ കാര്യം ഈ വീട്ടിൽ ഇനി ഒരുപാട് നന്നായിട്ട് തന്നെ ചെയ്യാനുണ്ട്. നല്ല രീതിക്ക് പൊടിയുണ്ട്. ആ പൊടിയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ കുറച്ച് വർക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് ഇതുപോലൊരു യൂണിറ്റാണ്. ഈ യൂണിറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു സ്ഥലം കൊടുത്തിട്ടുള്ളത്. അതായത് ഞങ്ങൾ റെൻ്റ് ഹൗസിൽ താമസിച്ചിരുന്ന വീടുകളിലെല്ലാം മുകളിലത്തെ നിലയിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം എടുത്തിട്ട് ആ ബെഡ്റൂമിൽ അങ്ങനെ വെക്കുക. അങ്ങനെ വെച്ച് അതൊരു ശീലമായി പോയപ്പോൾ സത്യം പറഞ്ഞാൽ അത് എനിക്ക് യൂസായിട്ട് തോന്നി. കാരണം താഴത്തെ നമ്മൾ ഫ്ലോറിൽ നമ്മൾ വാഷിംഗ് മെഷീൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മൾ മുകളിലല്ലേ എന്തായാലും കൊണ്ട് വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണക്കാനൊക്കെ വരത്തുള്ളൂ. താഴെ സ്ഥലമുള്ളവർക്ക് കുഴപ്പമില്ല, പക്ഷേ അതെല്ലാത്തുള്ളവർക്കും മുകളിലല്ലേ നമുക്കത് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മുകളിൽ വെക്കുന്നതാണ് എളുപ്പം. അതായത് ഇവിടെ നിന്ന് തന്നെ കഴുകിയിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്കത് ഉണക്കാനൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലും വെക്കാമായിരുന്നു. പക്ഷേ യൂട്ടിലിറ്റി ഏരിയനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയത് ഇതുപോലെ ഒരു സ്പേസ് എടുത്തിട്ട് ആ സ്പേസിനുള്ളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഞാനിവിടെ ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ അത് വരാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് വാഷിംഗ് മെഷീൻ വരും. പിന്നെ നമുക്കിവിടെ ഒരു അയണിങ് യൂണിറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ നമുക്ക് അയൺ ചെയ്യാം. ഡ്രസ്സുകൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അയൺ യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിക്വിഡും വാഷ് പൗഡറും ഒക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ക്യാബിൻ ഡ്രോയറൊക്കെ ക്യാബിൻസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഒരു സ്ഥലം. പിന്നെ ഇവിടെ അതിന് ഇതുപോലെ ഒരു ഫുൾ ലെങ്ത്തിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതുപോലത്തെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ബാത്റൂം കാണാം. ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ബാത്റൂമിൻ്റെ ആ ഒരു തീം ഇതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള തീമാണ്. വേറെ ഒന്നുമില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്ക് മാത്രമേ. ഹീറ്ററിൻ്റെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ഷവർ, പിന്നെ അതുപോലെ തന്നെ പൈപ്പ്, അങ്ങനത്തെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു വാഷ് യൂണിറ്റും സ്റ്റോറേജ് യൂണിറ്റും. ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു രീതി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഇനി പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു. ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്താ പറയുക, ഇത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയും ആഗ്രഹിച്ച് വെച്ച ഒരു സ്ഥലം നമ്മുടെ സ്റ്റുഡിയോ റൂമാണ്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അത്രയും ആഗ്രഹത്തോടെ എടുത്തെടുത്ത് പറയുന്നത് സത്യത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഓരോ സ്ഥലവും നമ്മുടെ വീട്ടിലെ ഈ ഒരു സ്ഥലം കാണുമ്പോഴും അങ്ങനെ പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമില്ലേ, അതുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം. ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല, ഇത് പെൻഡിങ്ങിലൂടെ നിൽക്കട്ടെ. ഇത് ഞാൻ പിന്നീട് കാണിക്കാത് എന്താണെന്ന്. നമ്മുടെ ഈ സ്റ്റുഡിയോ റൂമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇതുപോലെ ഒരു ചെറിയൊരു ഹാളിലേക്കാണ് കേട്ടോ. ചെറിയൊരു ലിവിംഗ് റൂം, മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് റൂമാണ്. അപ്പോൾ ഈ ലിവിംഗ് റൂമിൽ ഇതുപോലെ 2 സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ സെറ്റ് വന്നിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ടീം നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പാലിയാച്ചിന് ഗിഫ്റ്റ് തന്നതാണ് ഒക്സിക്ക ഹോംസ്. അവർ തന്ന അവരുടെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്.
അതിൻ്റെ പേരിൽ എനിക്കിതിവിടെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ തീമുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിൽ ഒരു സോഫ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബെഡ്റൂമിൽ അധികമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ സീലിംഗ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതെല്ലാം ഞാൻ കട്ടിലൊന്നും കൊണ്ടിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഒന്ന് വെച്ചിരിക്കുകയാണ്, ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ താഴേക്ക് അടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഞാനിപ്പോൾ ഈ ഒരു സ്ഥലം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോ റൂം മുകളിലല്ലേ വരുന്നത്. അപ്പോൾ അവിടത്തേക്കുള്ള ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഷെൽഫുകളൊക്കെ ഇവിടെ വെക്കാനും നമ്മുടെ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം എന്നാണുള്ളത് കേട്ടോ. ആ ഒരു രീതിക്ക് ഈ ഒരു ഏരിയ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. എൻ്റെ സാധനങ്ങളൊക്കെ അതായത് ഞങ്ങളുടെ ആ ഒരു സാധനങ്ങളൊക്കെ സ്റ്റുഡിയോ റൂമിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഞാൻ കട്ടിലൊന്നും ചെയ്തിട്ടില്ല. കുറച്ചായിട്ട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം, ലാസ്റ്റ് ബെഡ്റൂമും. ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പുറത്തേക്ക് ഒരു ബാൽക്കണിയാണ് വരുന്നത്, നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന ബാൽക്കണി. അതുപോലെ തന്നെ നമ്മുടെ അപ്പർ സൈഡ് വരുന്ന ബാൽക്കണി നമ്മുടെ സ്റ്റുഡിയോ റൂമിലൂടെ അകത്തോട്ട് കയറിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ. ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വാഷിംഗ് മെഷീൻ വെക്കാം. അതല്ല സിങ്ക് പോലത്തെ എന്തെങ്കിലും വേണമെങ്കിൽ ആ സിങ്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ റൂഫിലേക്ക് പോകേണ്ടത്. അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് മുകളിലേക്ക് എന്തായാലും ഒരു സ്റ്റെപ്പ് ഞാൻ കയറി കഴിഞ്ഞു. ഇനി അടുത്തത് എനിക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. അതിൻ്റെ പേരിൽ ഞാൻ മുകളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ മുകളിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീടിൻ്റെ വിശേഷങ്ങൾ. അതായത് ഞങ്ങൾ ഒരുപാട് വർഷമെടുത്ത് കഷ്ടപ്പെട്ട് അത്രയും ആഗ്രഹിച്ച് വെച്ച ഞങ്ങളുടെ വീട് അല്ലേ ലൈസി? ഒത്തിരി സന്തോഷം ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ നമുക്ക് നിൽക്കുമ്പോൾ. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ അറിയില്ല എത്രത്തോളം സന്തോഷമുണ്ടെന്ന്. ഏകദേശം നമ്മുടെ ഈ വീടിൻ്റെ ഇതാക്കാനായിട്ട് ഈ ഒരു രീതിയിലാകാനായിട്ട് 2.5 വർഷത്തോളം എടുത്തിട്ടുണ്ട്. ഈ 2.5 വർഷവും ഞങ്ങൾ ഇതിൽ തന്നെ ഈ വീട്ടിൻ്റെ കൂടത്തെ പുറകെ തന്നെയായിരുന്നു. എങ്ങോട്ടേക്കും വേറെ ശ്രദ്ധകളൊന്നും എങ്ങോട്ടേക്കും പോയിട്ടില്ല. ഈ വീട്ടിനോടൊപ്പം തന്നെയായിരുന്നു ഞങ്ങൾ. എന്നെക്കാളും കൂടുതൽ അധികമായിട്ട് രാജുസിയായിരുന്നു വീട്ടിൻ്റെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഒരു ദിവസം 3-4 പ്രാവശ്യം വീട്ടിലേക്ക് വരിക, ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ എടുക്കുക, അങ്ങനെ വീടിൻ്റെ പുറകെ തന്നെ ആയിരുന്നു. അങ്ങനെ കുറച്ചായിട്ട് ഞങ്ങൾ എത്തിച്ച ഈ വീട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് പാലുകാച്ചി കയറാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ എന്തുമാത്രം മനസ്സന്തോഷം അല്ലെങ്കിൽ എന്താണ് എന്നെനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് മാത്രം മനസ്സിൽ സന്തോഷമാണുള്ളത്. എൻ്റെ ഈ ഒരു സന്തോഷം എത്രമാത്രമാണെന്ന് പുറകിൽ ക്യാമറമാൻ്റെ നിൽക്കുന്ന ആളുടെ മനസ്സിലാവും. ആളുടെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം. ആളുടെ ഫേസിലുള്ള സന്തോഷം കാണുമ്പോൾ അറിയാം ഞങ്ങൾക്ക്. കാരണം ഇങ്ങനൊരു വീട് എന്നൊരു സ്വപ്നം നമുക്ക് നടക്കുമോ ഇല്ലെന്നൊക്കെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനെന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ വരുന്നതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു വീട് ഞങ്ങൾക്ക് വേണം എന്നുള്ളത്. അതായത് ഈ റെൻ്റ് ഹൗസ് മാറി വരുമ്പോഴെല്ലാം ഓരോ വീട്ടിലും നമുക്ക് ഇത്ര ദിവസമേ നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് മാറേണ്ട വീടുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തു നിന്നും നമുക്കിങ്ങനെ മാറിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മാറിപ്പോകണം എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ നമ്മൾ ഇറക്കി വിടാത്ത ഒരു സ്ഥലം. അങ്ങനെ ഒരു കുഞ്ഞു വീട്, ചെറുത് വലുതെന്നുള്ള വീടെന്നുള്ള വിഷയമൊന്നുമില്ല. ചെറിയൊരു വീട് നമ്മൾ ആരും ഇറക്കി വിടാത്തൊരു വീട് വേണം എന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കയറിയിട്ട് വർഷങ്ങളെന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങളാവുന്നുണ്ട്. ആ കാര്യം ഇപ്പോഴാണ് സഫലമായിട്ടുള്ളത്. എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ സന്തോഷങ്ങളെ പറഞ്ഞറിയിക്കാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും പലർക്കും ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ സ്വപ്നം സഫലമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ആർക്കൊക്കെ ഉണ്ടോ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹം സഫലമാകട്ടെ എന്ന്. ഇതുവരെയും പിന്നെ എന്താണ്, വേറെ കൂടുതലൊന്നും കാര്യങ്ങൾ പറയുന്നില്ല. കൂടുതൽ ഇമോഷണലാവും അത് കേട്ടാ. അതിൻ്റെ പേരിൽ ഇതുവരെയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്.
തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടൊക്കെ കൂടെ ഉണ്ടാകണം. ഞങ്ങളുടെ ഈ കുഞ്ഞു രസം വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീട് പണിയിലുണ്ടായ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അത് യൂസ്ഫുൾ ആകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്ക് ഞാൻ ആ വീഡിയോസ് ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് നമ്മുടെ ഈ ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ഷമീസ് ടിപ്സ് ചാനലിലോ ഒക്കെ ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി വീഡിയോസൊക്കെ കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ വീട്ടിൻ്റെ തിരക്ക് കുറേ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് കാരണം കുറേ കാരണങ്ങൾ കൊണ്ട് എനിക്കത് വീഡിയോസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ ഉറപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.